രാജ്യസഭാ സീറ്റ് നൽകാത്തതിൽ പരസ്യ പ്രതിഷേധവുമായി RJD. LDF-ൽ അർഹമായ പ്രാധാന്യം കിട്ടുന്നില്ലെന്ന് RJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയംസ്കുമാർ പറഞ്ഞു. LDF-ലും കേന്ദ്രത്തിൽ NDA-യിലും നിൽക്കുന്ന ഒരു പാർട്ടി മുന്നണിയിലുള്ളതിൽ ആർക്കും പ്രശ്നമില്ലെന്ന് JDS-നെ ലക്ഷ്യമിട്ട് MV ശ്രേയംസ്കുമാർ പറഞ്ഞു. രാജ്യസഭാ സീറ്റ് നൽകാത്തതിലെ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിക്കുകയാണ് RJD. വലിഞ്ഞുകയറി വന്നവരല്ല തങ്ങളെന്നും അർഹമായ പ്രാതിനിധ്യം ലഭിക്കണമെന്നും MV ശ്രേയംസ്കുമാർ പറഞ്ഞു. ഞങ്ങൾ വലിഞ്ഞുകയറി വന്നവരൊന്നുമല്ല, ഞങ്ങൾ LDF-ൽ ക്ഷണിച്ചിട്ട് കൊണ്ടുവന്നതാണ്. മുന്നണിയുടെ കെട്ടുറപ്പ് എന്ന് പറയുന്ന എല്ലാ കക്ഷികളെയും ഒരുമിച്ച് നിർത്തുക എന്നുള്ളതാണ്. പ്രത്യേക പരിഗണന മാത്രം ചില ആൾക്കാർക്ക് ലഭിക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു കക്ഷിക്ക് സീറ്റ് കിട്ടുന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ല പറയുന്നത്, പരിഗണന ഇല്ലാത്തതിൻ്റെ അഭിപ്രായ വ്യത്യാസമുണ്ട്. NDA ബന്ധം തുടരുന്ന JDS-ന് ലഭിക്കുന്ന പരിഗണന പോലും RJD-ക്ക് ലഭിക്കുന്നില്ല. എന്തുകൊണ്ടാണ് JDS-നോട് RJD-യിൽ ലയിക്കാൻ പറയാത്തതെന്നും ശ്രേയംസ്കുമാർ ചോദിച്ചു. ഞാൻ പറഞ്ഞ ഇവിടുത്തെ JDS അങ്ങനത്തെ നിലപാടുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ടെക്നിക്കലി നോക്കുമ്പോൾ അങ്ങനെയുള്ള പാർട്ടി കൊടുക്കുന്ന പരിഗണന എന്തുകൊണ്ട് വളരെ കൃത്യമായ ഒരിക്കലും BJP കോംപ്രമൈസ് ചെയ്യാത്ത ലല്ലു പ്രസാദ് നയിക്കുന്ന RJD-ക്ക് നൽകാത്തത്? മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യവും RJD ഉന്നയിക്കുന്നു. എന്തുകൊണ്ടോ മന്ത്രിസ്ഥാനത്ത് ഞങ്ങൾ പരിഗണിക്കുന്നില്ല. ഇപ്പം തീർച്ചയായിട്ടും ഇപ്പോൾ 2 വർഷമുണ്ട്. ആ 2 വർഷം ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം നിർബന്ധമായിട്ടും തരണം. ആ മന്ത്രിസ്ഥാനം തുടക്കം മുതലുള്ള ഞങ്ങൾ ആവശ്യമാണ്. അത് രാജ്യസഭാ സീറ്റുമായിട്ട് യാതൊരു ബന്ധവും തന്നില്ല. UDF ഉൾപ്പെടെ പലരും മുന്നണിയിലേക്ക് ക്ഷണിക്കുന്നുണ്ടെങ്കിലും മുന്നണി മാറ്റം ആലോചനയിലില്ലെന്നും ശ്രേയംസ്കുമാർ കൂട്ടിച്ചേർത്തു. മീഡിയ 1 കോഴിക്കോട്.